നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, വീടുപണിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാക്കുകളാണ് വീടിൻ്റെ ചുറ്റളവ്, അതുപോലെ തന്നെ വീടിൻ്റെ സ്ക്വയർ മീറ്റർ എത്ര എന്നെല്ലാം. ഇതാണ് ഒരു വീടിൻ്റെ ചുറ്റളവും ഒരു പ്ലിന്ത് ഏരിയയും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഒരു ചുറ്റളവും വിസ്തീർണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നോക്കാം. ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വീട്. ഇവിടെ ഒരു സാധാരണ ഒരു വീടിൻ്റെ ഒരു പ്ലാനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ചുറ്റളവ് എന്താണ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇത് വരച്ചിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. നമുക്ക് അടിക്കണക്കിലാണെങ്കിലും മീറ്ററിലാണെങ്കിലും എന്ന രീതി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ മീറ്ററിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാ ഒരു വീടിൻ്റെ പ്ലാനാണ്. ഈ വീടിൻ്റെ 4 വശത്തെയും മെഷർമെൻറ്റ് ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ ഞാനിവിടെ വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് നമ്മളുടെ ഒരു ബേസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു തറയുടെ അളവാണ് എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റളവ് എന്താണ് എന്ന് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഇതിൻ്റെ 4 വശത്തിൻ്റെയും അളവുകൾ അല്ലെങ്കിൽ അതിൻ്റെ നീളങ്ങൾ തമ്മിൽ കൂട്ടുന്നതിനെയാണ് നമ്മൾ ചുറ്റളവ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഇതിൻ്റെ ഇടതുവശത്ത് ഈ ഒരു വശം എന്ന് പറയുന്നത് 4 മീറ്ററാണ്. അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 4 മീറ്ററാണ്. ഇനി അതിൻ്റെ ബാക്കിയുള്ള 2 സൈഡുകളിലും 2 മീറ്ററും ആണോ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇത് 12 മീറ്ററാണ് ഇതിൻ്റെ ചുറ്റളവ് എന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇത് റെക്റ്റാങ്കിൾ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു വീടിൻ്റെത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം കണ്ട ആ ഒരു പ്ലാനിൻ്റെ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. അതിൻ്റെ ആ ഒരു പ്ലാനിൻ്റെ ബേസ്മെൻറ്റിൻ്റെ മെഷർമെൻറ്റുകൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്ലിന്ത്, അല്ലെങ്കിൽ അതിൻ്റെ തറയുടെ മെഷർമെൻറ്റുകൾ മാത്രമായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഒരു പ്ലാനാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിനകത്ത് നിന്നും നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച അതേ രീതിയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചുറ്റളവ് എന്ന് നോക്കാം. നമുക്ക് ഓരോ സൈഡും കൂട്ടാം. ഇത് നമുക്ക് 10.75 ആണ്, അതായത് 1075 സെൻറ്റിമീറ്ററാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 10.75 മീറ്ററാണ് അത്. പ്ലസ് ഇത് 10 മീറ്റർ, 1000 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മീറ്ററാണ്. പ്ലസ് ഈ സൈഡ് 320 ആണ്, അതായത് 3.20. പ്ലസ് ഇത് 1.3, അതായത് 1.3 മീറ്റർ. അടുത്ത സൈഡ് 4.65. ഈ സൈഡ് 4.50. ഇത് 2.90. പ്ലസ് ഇത് 6.80. അപ്പോൾ ഇത് എല്ലാം കൂടി നമ്മൾക്ക് കൂട്ടുമ്പോൾ 44.10 മീറ്റർ എന്ന് കിട്ടുന്നു. അതായത് ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 44 മീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിനെ നമുക്ക് ഈസി ആയിട്ട് അടിക്കണക്കിലേക്ക്, അല്ലെങ്കിൽ എത്ര അടി നീളമുണ്ട് എന്ന് ഈസി ആയിട്ട് 3.28 ഇട്ട് നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് ഇതിനെ അടിക്കണക്കിലേക്കും മാറ്റുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ ഒരു വീടിൻ്റെ ചുറ്റളവ് എടുക്കുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി എന്താണ് വിസ്തീർണം, അല്ലെങ്കിൽ ആ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് നമ്മൾക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമ്മൾ ആദ്യം ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഇതാ ഈ ഒരു സ്ക്വയർ, ചെറിയൊരു തറ, 4 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള ഒരു തറയുടെ വിസ്തീർണം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് നോക്കാം. ഇത് ഞാൻ ഇതിനു മുമ്പും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ ജസ്റ്റ് ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും. അതായത് അതിൻ്റെ നീളത്തിനെ അതിൻ്റെ വീതി കൊണ്ട് നമ്മൾ ഗുണിക്കും. ഇത് ചതുരത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് 8 സ്ക്വയർ മീറ്ററാണ് ഇതിൻ്റെ വിസ്തീർണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾക്ക് നമ്മുടെ പ്ലാനിലേക്ക് വരാം. ഇതേ മെത്തേഡ് ഉപയോഗിച്ച് വേണം നമുക്ക് നമ്മുടെ പ്ലാനിലും കാൽക്കുലേറ്റ് ചെയ്യാൻ. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ചതുരത്തിലല്ല ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഇതിനെ നമ്മൾ ചതുരങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പല ചതുരങ്ങളാക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇതിനെ സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ എത്രയുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതിൽ ഏറ്റവും വലിയ ചതുരമാക്കാവുന്നത് ഏതാണ് എന്ന് നോക്കുക. ഇത് ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇതൊരു ചതുരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഇപ്പോൾ ചതുരമാക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒരു ചതുരം, ഇത് 2, ഇത് 3, അങ്ങനെ 3 ചതുരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 ചതുരത്തിൻ്റെയും നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് 3ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഇതിൻ്റെ മൊത്തം ഏരിയ കിട്ടും. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ചതുരത്തിൻ്റെ നീളം 10.75 ആണ്. 10.75
ഇൻറ്റു നമ്മൾ ഗുണിക്കുകയാണ് ചെയ്യുന്നത് 6.80. അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വിസ്തീർണം കാൽക്കുലേറ്റ് ചെയ്യാൻ നീളവും വീതിയും കൂടെ കൂടി നീളവും വീതിയും നമ്മൾ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10.7 ഇഞ്ച് ഇൻറ്റു 6.80, 73.10 മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഇതിൻ്റെ ഏരിയ കിട്ടിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചതുരത്തിലേക്ക് നമുക്ക് വരാം. രണ്ടാമത്തെ ചതുരം എന്ന് പറയുന്നത് അതിൻ്റെ നീളം എത്രയാണ് എന്നിവിടെ നോക്കുക. ഇവിടെ നമുക്ക് കാണാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചതുരം. ഈ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ചതുരം. ഇതിൻ്റെ ഈ മെഷർമെൻ്റാണ് അതിൻ്റെ നീളം. അത് 320ഉം 465ഉം അതായത് 3.20യും 4.6 ഇഞ്ചും കൂടി കൂട്ടുമ്പോൾ എത്രയാണോ അതാണ് അതിൻ്റെ നീളം കിട്ടുന്നത്. അത് എന്ന് പറയുന്നത് 7.85 ആണല്ലോ. 7.85 ഇൻറ്റു ഇനി ഇതിൻ്റെ ഈ നീളം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? ഇതാ നമുക്ക് പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് ഇവിടം വരെ നമുക്ക് 450 ഇത് 30. അപ്പോൾ ഇത് നമുക്ക് കിട്ടണമെങ്കിൽ ഈ 450 നിന്നും ഈ 30 നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ ലെങ്ത്ത് കിട്ടും. 450 നിന്ന് നമുക്ക് ഈ 130 കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ ലെങ്ത്ത് കിട്ടും. അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 3.2 എന്നാണ്. അപ്പോൾ ഇത് 3.2. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കാം. 25.12 സ്ക്വയർ മീറ്ററാണ് നമുക്ക് ഈ രണ്ടാമത്തെ ചതുരത്തിൻ്റെ ഏരിയ കിട്ടിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചെറിയ ചതുരം, അതിൻ്റെ ഏരിയ നമുക്ക് എത്രയാണ് എന്ന് നോക്കാം. മൂന്നാമത്തെ ചെറിയ ചതുരം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ നീളം 4.65 അവിടെ എഴുതിയിട്ടുണ്ട് ഇൻറ്റു 1.3. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 1.30 ആണ്. 6.05 എന്ന് നമുക്ക് കിട്ടും. ഇത്രയും സ്ക്വയർ മീറ്ററാണ് നമുക്ക് ഇതിൻ്റെ ഏരിയ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ 3 ചതുരങ്ങളുടെയും ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ ഇതിൻ്റെ എത്ര സ്ക്വയർ മീറ്ററാണ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് 104.27 സ്ക്വയർ മീറ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് 10.76 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് 1121.9 സ്ക്വയർ ഫീറ്റുകളാണ് ഇതിൻ്റെ ഏരിയ. അപ്പോൾ നമുക്കിത് സ്ക്വയർ മീറ്ററിലും സ്ക്വയർ ഫീറ്റിലും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ ഒരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിസ്തീർണം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം നമ്മൾ ചതുരത്തിലുള്ള വീടുകളുടെയാണ് കണ്ടത്. ഇത് അടുത്ത ഒരു പ്ലാൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇത് നോക്കുക. ഇതിലെ ഷേപ്പുകൾ നമുക്ക് ഈ വീടിൻ്റെ സൈഡുകളിലൂടെ കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. ഏറ്റവും വലിയ ആ ഒരു ചതുരത്തിനെ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഇത് നമ്മളൊരു ചതുരമായിട്ട് എടുക്കുകയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഒരു ഭാഗത്ത് നമുക്ക് ചതുരം ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തിനെ നമ്മൾ ഇതിൻ്റെ മൊത്തം ഏരിയ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഈ ഏരിയ നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നും കുറച്ചാൽ മതിയാവും, മൈനസ് ചെയ്താൽ മതിയാവും. അത് നമുക്ക് ചെയ്യാം. ഇങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ടോട്ടൽ നീളം എന്ന് പറയുന്നത് 1075 ആണ്. 10.75 ആണ് ഇതിൻ്റെ നീളം. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 6.80 ആണ്. ഇത് നമുക്ക് 73.10 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ഈ ചെറിയൊരു ഭാഗത്തിൻ്റെ ഏരിയ നമുക്ക് കുറയ്ക്കണം. നമുക്ക് കുറയ്ക്കേണ്ട ഈ ഒരു ഭാഗം ഇതൊരു ട്രയാങ്കിൾ ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഹാഫ് BH ആണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഏരിയ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് BH ആണ്. B എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസ് അല്ലെങ്കിൽ ഒരു സൈഡിലെ ലെങ്ത്ത്, H എന്ന് പറയുന്നത് അതിൻ്റെ ഹൈറ്റ്. നമുക്ക് ഇതിനെ B ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലെങ്ത്ത് നമുക്കറിയില്ല. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ 10 മീറ്റർ ഉണ്ട് ടോട്ടൽ ലെങ്ത്ത്. അതിൽ നിന്ന് 750 കുറച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് 250 അതായത് 2.5 ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഹാഫ് ഇൻറ്റു 2.5 ഇൻറ്റു ഹൈറ്റ്. ഈ സൈഡ് നോക്കുക 800. 10.75 നിന്നും 800 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹൈറ്റ് കിട്ടും. 2.75 എന്ന് കിട്ടും. അതായത് ഈ ട്രയാങ്കിളിന് ഞാനിവിടെ മാറ്റി വരച്ചാൽ ഇത് നമുക്ക് ഇങ്ങനെയായിരിക്കും ഇരിക്കുക. ഇത് 2.5ഉം ഇത് 2.75 അപ്പോൾ ഇതിൻ്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഹാഫ് ഇൻറ്റു 2.5 അതതിൻ്റെ ബേസാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 2.75 ആണ്. അങ്ങനെ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് 3.44 സ്ക്വയർ മീറ്റർ എന്ന് നമുക്ക് കിട്ടി.
അപ്പോൾ നമുക്ക് ഈ 73.10 നമുക്ക് ടോട്ടൽ കിട്ടി. അതിൽ നിന്ന് നമ്മൾ ഈ 3.44 നമ്മൾ കുറയ്ക്കേണ്ടതാണ്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 69.66 മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 69.66 ആണ്. ഇവിടെ ഞാൻ എഴുതുകയാണ് 69.66 മീറ്റർ സ്ക്വയർ. നമ്മൾ ആദ്യത്തെ ഒരു പോർഷൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇത്രയും പോർഷൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് രണ്ടാക്കാം. ഇതിനെ നമുക്ക് ഈസി ആയിട്ടൊരു സ്ക്വയറായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ നീളം എത്രയാണ്? ഈ ഒരു സ്ക്വയറിൻ്റെ ഇത് ഒന്നാമത്തെ ഭാഗമാണ്, ഇത് രണ്ടാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ഒന്നാമത്തേൻ്റെ ഏരിയ 69.66 എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടിൻ്റെ ടോട്ടൽ നീളം എത്രയാണ്? 3.2 പ്ലസ് 4.65 ഇത് പ്ലസ് ഇത്, അതായത് 3.2ഉം 4.65 കൂടെ കൂട്ടുമ്പോൾ നമുക്കതിൻ്റെ നീളം നമുക്ക് കിട്ടും. നമുക്ക് കിട്ടുന്നത് 7.85 ആണ്. അത് രണ്ടും കൂടെ കൂട്ടുമ്പോഴുള്ള നീളം ഇൻറ്റു അതിൻ്റെ വീതി എന്ന് പറയുന്നത് 3.20. ഈ നീളം 3.20 എന്ന് എഴുതിയിട്ടുണ്ട്, അത് നോക്കാം. അപ്പോൾ 3.20. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏരിയ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 25.12 ആണ് നമുക്ക് ഇതിൻ്റെ ഏരിയ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാം ഭാഗത്തിൻ്റെയും രണ്ടാം ഭാഗത്തിൻ്റെയും ഏരിയ കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത് നമ്മൾ കാണുന്നത് ഒരു സർക്കിളാണ്. നമുക്ക് ഈ സർക്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാണ് 3 സർക്കിൾ. ഇത് ഫുൾ സർക്കിളല്ല, ഇത് നമുക്ക് നോക്കുമ്പോൾ കാണാം ഇത് ഹാഫ് സർക്കിളാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തേൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഒരു ഹാഫ് സർക്കിൾ, ഒരു ഫുൾ സർക്കിളിൻ്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് സർക്കിളിൻ്റെ ഏരിയ കിട്ടും. നമുക്കറിയാം എങ്ങനെയാണ് ഒരു സർക്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം. സർക്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉള്ള πr² ആണ് നമ്മളുടെ ഒരു സർക്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൈ എന്ന് പറയുന്നത് എന്താണ്? 3.14 ആണ്. ഇൻറ്റു ആർ എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ. റേഡിയസ് എന്ന് പറയുന്നത് 232.5 സെൻറ്റിമീറ്റർ, അതായത് 2.32 സെൻറ്റിമീറ്ററാണ്. 325 അതിൻ്റെ സ്ക്വയറാണ് r² എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് πr² ആണ്. അപ്പോൾ നമുക്ക് ഒരു ഫുൾ സർക്കിളിൻ്റെയാണ് ഇത്. അപ്പോൾ ഇതിനെ നമ്മൾ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ പകുതിയുടെ കിട്ടുകയുള്ളൂ. 8.45 സ്ക്വയർ മീറ്ററാണ് നമുക്ക് ഈ ഒരു സർക്കിളിൻ്റെ ഏരിയ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 69.66 ഒന്നാമത്തെ ഏരിയ, രണ്ടാമത്തെ ഏരിയ 25.12, മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് 8.45. ഇത് മൂന്നും കൂടി കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്കിതിൻ്റെ ചുറ്റളവ് എടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ സർക്കിളിൻ്റെ ചുറ്റളവ് എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു സർക്കിളിൻ്റെ ചുറ്റളവ് എടുക്കേണ്ടത്, അതായത് ഈ ഭാഗമാണ് ഇതിൻ്റെ ചുറ്റളവ് നമുക്ക് എങ്ങനെ എടുക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് 2πr ആണ് സർക്കിളിൻ്റെ ചുറ്റളവ് എടുക്കേണ്ട ഒരു ഫോർമുല എന്ന് പറയുന്നത്. അതായത് 2 × 3.14 × 6 എന്ന് പറയുന്നത് 232.5 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 2.325 ആണ് 6 എന്ന് പറയുന്നത്. ഇത് ഒരു ഫുൾ സർക്കിളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ലെങ്ത്ത്, ചുറ്റളവ് എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത്ത് കിട്ടുന്നത്. അത് എത്രയാണെന്ന് നോക്കുക. 3.14 × 2.325 7.3 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. അതായത് സുഹൃത്തുക്കളെ, ഈ ഒരു ലെങ്ത്ത്, അതായത് ഇത്രയും ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് 0.30 എന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഈ ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ പല ഡിഫറൻറ്റ് ഷേപ്പിലുള്ള പല വീടുകളുടെയും ചുറ്റളവുകളും അതുപോലെ ഏരിയകളും നമ്മൾക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയാണ് നമ്മൾ ഒരു വീടിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ഒരു വീടിൻ്റെ ചുറ്റളവും അതുപോലെ തന്നെ അതിൻ്റെ സ്ക്വയർ മീറ്ററും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അതിൻ്റെ ചുറ്റളവ് എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ അതിൻ്റെ പ്ലിന്ത് ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്വയർ മീറ്റർ, ഒരു വീടിൻ്റെ സ്ക്വയർ മീറ്റർ എന്താണെന്നും മനസ്സിലായി, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
താങ്ക് യു.